മരത്തിന്റെ മനമുറിഞ്ഞേ. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പൊ എന്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്നതാണ്. എന്റെ ഏത് പാട്ടിലാണ് ജാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ ജാതി പറയുന്നതല്ല, ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത്. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേണമെന്നില്ല. സുഹൃത്തുക്കളെ, വേടൻ വളരെ വ്യക്തമായിട്ട് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്നു. വേടനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അത് അഖിൽമാരാരായും പിന്നെ ഏതോ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ പോലും അവർ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. വൈ ഐ ആം ഫോർഗെറ്റിംഗ്. ഞാൻ എന്താ പറ്റുള്ള പേരൊക്കെ ഇങ്ങനെ മറന്നു പോണേ. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരായിരുന്നു. എന്തായാലും ഞാൻ അവരെ പറ്റി പറഞ്ഞു തരാം കേട്ടോ. അവരുടെ വേടന്റെ നിലപാടുകൾ, വേടന്റെ രാഷ്ട്രീയം, വേടന്റെ പാട്ടിനോട് എനിക്ക് ഇഷ്ടമാണ്. വേടന്റെ പാട്ടുകൾ ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഞാൻ. പക്ഷെ വേടന്റെ രാഷ്ട്രീയം, അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കുത്തുന്നത്, സമൂഹത്തെ കുത്തുന്ന ഒരു ജാതീയത അദ്ദേഹം പ്രചരിപ്പിക്കും, ഒരു വൃത്തികെട്ട ജാതീയത. അതായത് തന്റെ ജാതിയെ സ്വയം എന്താ പറയാ, മനസ്സിലല്ലേ, ഇങ്ങനെ വേടൻ അതിഗംഭീരമായിട്ട് ജാതീയത പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ആയമ്മ, ഈ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറ് വൃത്തികെട്ട ഇന്റർവ്യൂസ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. എന്നാലും വേടൻ കൃത്യമായിട്ട് പറയുന്നു, എന്റെ പാട്ടിലൂടെ ഞാൻ ജാതീയത പ്രചരിപ്പിക്കുന്നില്ല, പകരം ജാതി പാടില്ല എന്ന് പറയുന്നേ. അതിന് നിങ്ങൾക്കൊക്കെ എന്തിനാണ് പൊള്ളുന്നത്? ജാതി പാടില്ല, ജാതി വേണ്ട കേരളത്തിൽ, ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ നമുക്ക് മാറ്റണമെന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ നിങ്ങളൊക്കെ പൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അതായത് നിങ്ങൾക്കൊക്കെ ജാതി വേണമെന്നർത്ഥം അല്ലേ? വേടം പറയുന്ന പോലെ ജാതി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ആ പ്രിവിലേജ് കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതല്ലേ പ്രിയപ്പെട്ട പെണ്ണുമ്പിള്ളെ നിങ്ങൾക്കുള്ള വിഷമം. എന്തായാലും ബാക്കി കേട്ടോ പോകും. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പൊ എന്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്നതാണ്. എന്റെ ഏത് പാട്ടിലാണ് ജാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ ജാതി പറയുന്നതല്ല, ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത്. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേണമെന്നില്ല. ഒപ്പം തന്നെ വേടൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ RSSന്റെ ഒരു എപ്പോഴും നിരന്തരം വേടനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും പറയുമ്പോൾ വേടനെ പല കാര്യങ്ങളും പറഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിലധികം ഇടപെടാറില്ല. പക്ഷെ ഞാൻ ജോലി ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്. ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അടിപൊളി. എന്തായാലും RSകാർ ഇനിയിപ്പോ അധിക വലിയ വിമർശനമായിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വാളായിട്ട് വെട്ടുവന്നോ, ദണ്ഡ കൊണ്ട് അടിക്കുമെന്നോ, തൃശൂലം നെഞ്ചത്തേക്ക് കയറ്റുമെന്നോ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കില്ല മാഷേ. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഞാൻ ഇനിയും പാട്ടുകൾ ഇറക്കും, ഞാൻ ഇനിയും നാട്ടിലത് പാടും. ആ പാട്ട് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇനിയും വരും. നൈസ് സൂത്രാണ് കേട്ടോ. അത് നമ്മള് ചെയ്യുന്ന പണിക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ പണി എടുത്തുകൊണ്ടേയിരിക്കും. ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. പാട്ടുകൾ ഇനിയും എഴുതിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരുപാട് പാട്ടുകൾ എഴുതാനുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഷോസ് നടത്താനുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. പാസ്പോർട്ട് വിട്ട് കിട്ടുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ അതിനൊരു നടപടിയാവണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് ഷോസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പാസ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കോടതിയായിട്ട് സമീപിച്ചിട്ടുണ്ട്. നല്ലൊരു മറുപടി ഉണ്ടാവും. ഇതിങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ വേടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജാതീയത എൻ്റെ രീതിയല്ല, ഞാനല്ല ജാതീയത ഉണ്ടാക്കുന്നത്. ആൾറെഡി ഇവിടെ ജാതി ഉണ്ട്, അതങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യണമെന്ന്, അതങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന് ഇവിടുത്തെ ചില ആളുകൾക്ക് വലിയ നിർബന്ധമുണ്ട്. എനിക്ക് അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ പ്രിസർവ് ചെയ്യപ്പെടുന്ന ആ ഒരു ജാതീയതയെ തച്ചുടയ്ക്കണമെന്നും അത് ഇല്ലാതാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ വിഷയം. സുഹൃത്തുക്കളെ, ബൈ.